ചേച്ചി, ഈ കുട്ടികൾക്കില്ലേ കുറച്ച് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്തോട്ട് ഞാൻ കടക്കാൻ ശ്രമിക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ കുറേ പറയുന്നുണ്ട് ദാറ്റ് യു ഹാവ് ടു കട്ട് ഓഫ് ഫ്രം ഇറ്റ് എന്നൊക്കെ. അപ്പൊ അതിന്റെ അകത്തോട്ട് പോകുന്നില്ല, നമുക്കറിയാം. പക്ഷെ ഇതിലെ കുട്ടികളെ നമുക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് വാട്ട് സോർട്ട് ഓഫ് ഇപ്പം പഠിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊക്കെ എന്തെങ്കിലും സ്റ്റെപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പഠിക്കുക എന്ന് പറയുന്നത് പഠനത്തിലേക്ക് മാത്രം ചുരുക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. പഠനം എന്ന് പറയുമ്പോ എല്ലാം പഠിക്കണമല്ലോ. അപ്പൊ പഠിക്കാൻ മാത്രം ഒരു കോൺസെൻട്രേഷൻ, പഠിക്കാൻ മാത്രം ഒരു മെമ്മറി, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഹോളിസ്റ്റിക്കലി നമ്മൾ അതിന് നോക്കുവാണെങ്കിൽ കുട്ടിയുടെ എല്ലാ വശവും ഡെവലപ്പ് ചെയ്യണ്ടേ. അതിനെ പറ്റി നോക്കുവാണെങ്കിൽ ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അവനവന്റേതായ രീതിയിലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇതുണ്ട് VAK എന്ന് പറയും, വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക്. ഇപ്പൊ BEd ഒക്കെ പഠിച്ച് ടീച്ചേഴ്സിന് നന്നായിട്ട് അറിയാം. ആ രീതിയിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. അതായത് ഓരോ കുട്ടിയും യുണീക്കാണ്. ഓരോ കുട്ടിയും പഠനം ഒരു സബ്ജക്ട് പഠിച്ചെടുക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ ഇപ്പോൾ ഡിജിറ്റൽ ക്ലാസ് റൂം വന്നു, ബോർഡ് വന്നു, ടീച്ചേഴ്സ് പറയുന്നുണ്ട് വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, ആൻഡ് ആക്ഷൻ ഉണ്ട്, വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഡോമിനന്റ് ആയിട്ട് ഉണ്ടാവുക. ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടി ഏത് സ്റ്റൈലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ടൊക്കെ അമ്മമാർ അടുക്കളയിൽ നിന്നിട്ടായിരിക്കും നമ്മളോട് പറയാ. നമ്മൾ ഇവിടെ സിറ്റ് ഔട്ടിലോ ഉമ്മറത്തോ ഇരുന്നിട്ട് നാമം ചൊല്ലും, അല്ലെങ്കിൽ എന്താ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എഞ്ചുവഴി ചൊല്ലും, എന്തൊക്കെയോ വട്ടവർ ഡസ് ഉറക്ക വായിക്കും. എനിക്ക് എവിടെ കേൾക്കണം, അടുക്കളയൊക്കെ നിങ്ങളൊക്കെ അങ്ങനെ ചൊല്ലി ചൊല്ലി ചെയ്തിട്ടുണ്ടാവും അല്ലെ. അത് പഠിക്കില്ല ചിലപ്പോ. ആരെ പേടിച്ചിട്ടാ ചൊല്ലണത്? നമ്മളെ പേടിച്ചു, അമ്മയെ പേടിച്ചിട്ട്. പക്ഷെ അമ്മ എന്തുകൊണ്ടാ വെച്ചാൽ അമ്മയ്ക്ക് അത് കേൾക്കണം. ക്ലിയർ? അമ്മ ഓഡിറ്ററി ആയിരിക്കും. ഉറക്ക വായിച്ചാലേ പഠിക്കുള്ളൂ എന്ന അമ്മയുടെ രീതിയാണ് കുട്ടിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കുറെ കാലം കുട്ടി അതിൽ കംഫർട്ടബിൾ ആയിരിക്കും. കുട്ടി വളരും തോറും കുട്ടി ഓഡിറ്ററി അല്ല, കുട്ടി വിഷ്വൽ ആയിരിക്കും. അപ്പൊ അവർക്ക് മനസ്സിൽ വായിച്ചു പഠിച്ചാൽ മതി, അവർക്ക് കണ്ടാ മതി. അല്ലെങ്കിൽ മറ്റേ കുട്ടികൾ ചെയ്ത് പഠിക്കുന്നവര് കിനസ്തെറ്റിക് വേ ഓഫ് ലേണിംഗ്. അവർക്ക് ചെയ്യണം, അവർക്ക് ഓടിച്ചാടി പഠിക്കണം. അമ്മ പറയണ അടങ്ങി ഒതുങ്ങി പഠിക്കണം. എങ്ങനെയാ പഠിക്കേണ്ടത് സാധാരണ? എങ്ങനെ വീട്ടിൽ നമ്മൾ ഒരു ടേബിൾ ഒരു ചെയർ അവിടെ ഇരുന്ന് വേണം. നമ്മൾ അവിടെ വെള്ളം കൊണ്ട് കൊടുക്കും, സ്നാക്സ് കൊണ്ട് കൊടുക്കും, അനങ്ങരുത്. 45 minutes യു ഹാവ് ടു സിറ്റ് ദർ. അങ്ങനെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. കിനസ്തെറ്റിക് കുട്ടികൾക്ക് അത് പറ്റില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരു കുട്ടി വന്നത്, അവന് 2ലോ 3ലോ ആണ്, ഇപ്പൊ 10ലൊക്കെ എത്തിണ്ടാവും. അവന്റെ പ്രശ്നം ഇല്ല, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടിയിലായിരിക്കും, ഭൂമിന്റെ അടിയിലാന്ന് പറയുന്ന പോലെ. ചിലപ്പോ അവിടെ പോയി വലിക്കും, ഇവിടെ പോയി വലിക്കും, അമ്മയമ്മയുടെ മുടി പിടിച്ച് വലിക്കും. പഠിക്കാനിരിക്കില്ല. പക്ഷേ മാർക്കാ. അമ്മ പറയണത് അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നെങ്കിലേ ഹാൻഡ് റൈറ്റിംഗ് കൂടെ നന്നാവുമായിരുന്നല്ലോ. അപ്പൊ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഇവൻ ഇപ്പൊ എങ്ങനെയാ പഠിക്കാൻ ഇഷ്ടം അറിയോ? അമ്മമ്മ അവിടെ ഇരുന്ന് വായിക്കും, ഇവൻ സൈക്കിൾ ചവിട്ടും, മരത്തിൽ കയറും, മതിലിൽ കയറും, കട്ടിലിന്റെ അടിയിൽ പോയിരിക്കും. കുട്ടി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു തവണ എഴുതാൻ പറഞ്ഞാൽ അവൻ എഴുതും. അപ്പൊ കുട്ടികളുടെ അല്ലെങ്കിൽ പഠിക്കുന്ന ആളുടെ പഠന രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിപ്പിക്കാൻ, നമ്മുടെ രീതിക്കല്ല. അപ്പൊ വിഷ്വലുകാർക്ക് എന്താ വെച്ചാൽ കണ്ടു പഠിക്കണം. അവർക്കെല്ലാം ഇങ്ങനെ ഭംഗിയായി കണ്ട് വരച്ച് കൃത്യമായി ചെയ്യണം. ഓഡിറ്ററിക്കാരെ സംബന്ധിച്ച് എത്ര വേണമെങ്കിലും കാണാപ്പാഠം പഠിക്കാൻ പറ്റും, വായിച്ചു 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 പഠിക്കാം. കിനസ്തെറ്റിക്കാരെ സംബന്ധിച്ച് അവർക്ക് അനുഭവിച്ചു പഠിക്കണം. അതാണ് വ്യത്യാസം. ഇപ്പൊ ചൂട് എന്താണെന്നുള്ളത് ചൂടെന്ന് പഠിച്ചാൽ ചൂടായി. മറ്റേ ആളുകൾക്ക് ചൂട് വരച്ചും കണ്ടും മനസ്സിലാക്കാം, മറ്റേ ആൾക്ക് പൊള്ളിയാൽ അറിയാം. അപ്പൊ അതുപോലെ അത് മനസ്സിലാക്കി വേണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ. അപ്പൊ അത് കുറെ നേരം അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്താൽ അവർ ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കിപ്പോ ഗൂഗിൾ ചെയ്താൽ കിട്ടും, വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽസ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കത് സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യാം. കുട്ടിയുടെ മാത്രമല്ല, പഠിപ്പിക്കുന്ന അമ്മയുടെയും കൂടെ വേണം, അച്ഛന്റെയും കൂടെ വേണം. കാരണം ഞാൻ ഓഡിറ്ററി ആണെങ്കിൽ ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഓഡിറ്ററി ആയിട്ടായിരിക്കും, പറഞ്ഞാണ് കൊടുക്കുക. ആ കുട്ടി കിനസ്തെറ്റിക് ആണെങ്കിൽ അവർക്ക് 4 വരി കേൾക്കുമ്പോഴത്തേക്ക് പണ്ടാരം നിർത്തിപ്പോയാൽ മതി എന്ന് തോന്നും. ബിക്കോസ് അവർക്ക് എക്സ്പ്ലനേഷൻ ഇഷ്ടമല്ല. അപ്പൊ അമ്മ അല്ലെങ്കിൽ കുട്ടി ഹൂവർ ഇറ്റ് ഈസ്, അവരുടെ എല്ലാവരുടെയും പഠന ശൈലി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പൊ ആ കുട്ടിയുടെ പഠന ശൈലി അല്ലെങ്കിൽ
നമ്മൾ പഠിപ്പിക്കുന്ന രീതി തെറ്റാണെങ്കിൽ കുട്ടിക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റില്ല, ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് പഠന പ്രശ്നങ്ങൾ വരും. ഉം. ക്ലിയർ? കോൺസെൻട്രേഷൻ ഇഷ്യൂ വരും. പിന്നെ ഹാൻഡ് റൈറ്റിംഗ്, കിനസ്തെറ്റിക് ഹാൻഡ് റൈറ്റിംഗ് ഇവിടെയുള്ള പോലെ ആയിരിക്കില്ല അപ്പുറത്തെ പേജിൽ. ഓരോ അക്ഷരവും പല രീതിയിലായിരിക്കും. ഓഡിറ്ററിക്കാരുടെ ഭയങ്കര നീറ്റ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. വിഷ്വൽ കുറച്ചും കൂടി വലുതാക്കി ഭംഗിയാക്കി. അങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട്. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതിനനുസരിച്ച് നമ്മൾ കുട്ടിയുടെ പഠന അന്തരീക്ഷം മാറ്റേണ്ടതുണ്ട്. ഇഫ് കുട്ടി പഠിക്കുന്നത് റോങ് ആയിട്ടാണെങ്കിൽ, റോങ് ലേണിംഗ് സ്റ്റൈൽ ആണെങ്കിൽ. ഈ ലേണിംഗ് സ്റ്റൈല് പഠനത്തിൽ മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് പല റിലേഷൻഷിപ്പും പൊളിഞ്ഞു പോകുന്നത് ഇത് മനസ്സിലാക്കാത്തോണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രഞ്ജു വീടെല്ലാം അടുക്കി പെറുക്കി വെക്കുന്ന കൃത്യം സ്ഥാനത്ത് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മേ ബി ഇയാള് ഓഡിറ്ററി പേഴ്സൺ ആയിരിക്കും, വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. രഞ്ജു 10 കൊല്ലം മുമ്പ് പറഞ്ഞ വാക്കുകൾ പോലും സൂക്ഷിച്ചു വെക്കാൻ ഉള്ള ആളാണ് ഓഡിറ്ററിക്കാര്. പലപ്പോഴും അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞ ആള് മറന്ന്, പക്ഷെ ഇയാൾ ഇത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നല്ല പ്രണയം ഉണ്ടാവും, നല്ല ഇന്റിമസി ആയിരിക്കും. എന്തെങ്കിലും സ്വരച്ചേർച്ച വരുമ്പോ അന്ന് നിങ്ങൾ അത് പറഞ്ഞില്ലേ, നിങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുന്നത് ഓഡിറ്ററിക്കാരാണ്. ഇത് ഈ പറയുന്ന മനുഷ്യന്മാർക്ക് അത് ഓർമ്മയിലേ ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അടുക്കി പെറുക്കി വെക്കണം എന്നുള്ളത് ഇയാളുടെ സ്റ്റൈൽ ആവുകയും കിനസ്തെറ്റിക് ആണ് ഭർത്താവ് എന്ന് വിചാരിക്കും. അയാൾക്ക് അതൊരു പ്രശ്നമേ അല്ല. ബെഡ് വിരിച്ചാലും കിടക്കും, വിരിച്ചില്ലെങ്കിലും കിടക്കും, തലയാണ കവർ ഇട്ടാലും കിടക്കും, കട്ടില്ലെങ്കിലും കിടക്കും. പക്ഷെ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ കോൺഫ്ലിക്റ്റ് വരും. എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്നെ സ്നേഹമില്ലാത്തോണ്ടല്ലേ ഇയാളത് അനുസരിക്കാത്തത് എന്ന് മക്കളോടും തോന്നും, ഭർത്താവിനോടും ഭാര്യയോടും തോന്നും. അപ്പൊ ഈ 2 വ്യത്യസ്ത സ്റ്റൈലുകളാവുമ്പോ അത് മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക സ്നേഹമില്ലാഞ്ഞിട്ടാണ്, എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് സ്വഭാവ പ്രശ്നമാണ്. അയാൾ അതാണെന്നും ഇയാൾ ഇതാണെന്നും മനസ്സിലാവും. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലവ് ലാംഗ്വേജിലാണ് ഇത് പ്രശ്നം വരുന്നത്. ഓഡിറ്ററിക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മളെ പറയണം, വാക്കുകൾ കൊണ്ട് പറയണം. പകരം ഒരു ഗിഫ്റ്റ് അയച്ചു തന്നത്, ഓ ഈ ഗിഫ്റ്റ് ഇപ്പൊ എനിക്ക് പോയി വാങ്ങിച്ചൂടെ, ഒന്ന് നല്ല വാക്ക് പറഞ്ഞൂടെ എന്ന് ഓഡിറ്ററിക്കാർക്ക് ചിലപ്പോ തോന്നും. വാക്കുകൾക്ക് തന്നെ വിഷമം വരുമ്പോ നമ്മളെ വെറുതെ തട്ടിയ പോരാ, സാരില്ലടാ പോട്ടെ ഞാനുണ്ട് കൂടെ എന്ന് പറയണം. ക്ലിയർ? വിഷ്വലുകാർക്ക് നമ്മളൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. ദേ ഹാവ് ടു സീ, എന്റെ കയ്യിൽ അത് കാണണം. അത് 10 രൂപയുടെ ചോക്ലേറ്റ് ആണെങ്കിലും ശരി, ഇനി 5000 രൂപയുടെ സാധനം ആണെങ്കിലും എനിക്കത് കാണണം, എന്റെ ഉള്ളിലുണ്ടാവണത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഈ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുമ്പോ പറയാതിരുന്നാലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നൊക്കെ പ്രശ്നമാണ്. അപ്പൊ വിഷ്വലുകാർക്ക് കാഴ്ചയാണ്. അവര് കാഴ്ചയിൽ വരുമ്പോ നമ്മളത് എടുത്ത് പറഞ്ഞ് അത് ചെയ്യണം. കിനസ്തെറ്റിക്കാരെ സംബന്ധിച്ച് ബർത്ത്ഡേക്ക് വിഷസും വേണ്ട, ഗിഫ്റ്റും വേണ്ട, ട്രിപ്പ് പോവാ, ഓൾവേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ബാഗ് വെക്കേ പോവാ. ഓഡിറ്ററിക്കാരെ സംബന്ധിച്ചിട്ട് അങ്ങനെ പോണെങ്കിൽ പറയണം 1 മാസം മുമ്പ്, ആൻഡ് ഐ ഹാവ് ടു പ്രിപ്പയർ ദ ചാർട്ട് ആൻഡ് ഐ ഹാവ് ടു എന്താ പറയാ. ഓഡിറ്ററിക്കാർക്ക്, കിനസ്തെറ്റിക്കാർക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ട്രിപ്പ് പോവാ, പിന്നെന്താളിയാ പാക്ക് ചെയ്ത് പോയി, അവിടെ പോകുമ്പോ ഒന്നുമില്ല, അതിനെന്താ അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിച്ചാ പോരെ. ഓഡിറ്ററിക്കാർക്ക് പറ്റില്ല, 3 പ്രാവശ്യം ബാഗ് ചെക്ക് ചെയ്യും. വിഷ്വലുകാർക്ക് പിന്നെ പോകുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ പോകും. പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബസ്സിൽ പോകുമ്പോ, കാറ് പോകുമ്പോ അവിടെ പോയാൽ മലയുണ്ടാവും, ഒന്നുണ്ടാ, അതൊക്കെ എങ്ങനെ കാണും, ആ ബിൽഡിംഗ് എങ്ങനെ കാണും, ആ പാർക്ക്, ഈ വിഷ്വലിലാണ് അവർ ജീവിക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മള് റിലേഷൻഷിപ്പില് പെരുമാറുമ്പോ. അയാൾ അങ്ങനെ പറയുന്നത് ഇന്നതുകൊണ്ടാണ്, അയാൾ അങ്ങനെ ചെയ്യുന്നത്. ഈ ഓഡിറ്ററിക്കാര് എല്ലാം ഫയലുകളാക്കി വെക്കും. കിനസ്തെറ്റിക്കാർക്ക് പരിപാടി ഇല്ല. അവരുടെ അലമാര തുറന്ന എല്ലാം നമ്മുടെ മേലെ വീഴും. എഗെയിൻ ഇതൊക്കെ വാരിക്കൂട്ടി അതിനകത്ത് വെക്കും. എന്നിട്ട് അലമാര തുറക്കുമ്പോ അല്ലെങ്കിൽ ഒരു പേപ്പർ എവിടെയെന്ന് ചോദിക്കുമ്പോ, കുളിക്കുകയാണെങ്കിൽ അയാൾ പറയും അത് അന്ന് തുറന്നിട്ട കട്ടിലിന്റെ അടിയിലുണ്ട്, അവിടെ തന്നെ ഉണ്ടാവും. അവർക്കറിയാം എവിടെയാ ഉണ്ടാവാന്ന്, പക്ഷെ അതെടുത്ത് ഫയൽ ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അപ്പൊ ഈ വ്യത്യാസം മനസ്സിലാക്കി അത് എൻജോയ് ചെയ്ത് അത്യാവശ്യം ചില മാറ്റങ്ങൾ, ജീവിക്കാൻ വേണ്ട ചില മാറ്റങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുത്തി കഴിഞ്ഞാൽ
അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര കിനസ്തെറ്റിക് ആണ്, കുറച്ച് ഓഡിറ്ററിയോ ആണ്. അപ്പൊ എനിക്കത് അടുക്കി പെറുക്കി വെക്കണമെന്ന് നിർബന്ധങ്ങളില്ല. പക്ഷെ പ്രേമേട്ടൻ അങ്ങനെ ഉണ്ട്, ചെറിയ മോൾക്കും ഉണ്ട്. പക്ഷെ അമ്മയ്ക്കും ചേച്ചിക്കും അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പരിധി വരെ അവർ ക്ഷമിക്കും. അത്രയും വേസ്റ്റ് ആവുമ്പോഴാണ് ഞങ്ങളെ ചീത്ത വിളിക്കുള്ളൂ. മുമ്പ് അങ്ങനെയല്ല, ചീത്ത വിളിക്കും. ഇതെന്താ ചെയ്യാത്ത, ഞാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല, ഒരു വീട് ഇങ്ങനെ വേണ്ടേ, അടുക്കള ഇങ്ങനെ വേണ്ടേ. ഡിസൈൻ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. ഇത് ഏറ്റവും പരമപ്രധാനമായിട്ട് നോക്കേണ്ടത് പഠനത്തോടൊപ്പം കുട്ടികൾക്കൊപ്പം തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഇത് മനസ്സിലാക്കണം. ഇപ്പൊ പൊതുവെ ചില ആളുകൾ ജാതകമൊക്കെ നോക്കി കല്യാണം കഴിക്കും. പൊരുത്തം നോക്കും, മനസ്സിന്റെ പൊരുത്തം. മനസ്സെന്ന് പറയുന്നത് തലച്ചോർന്ന് വരുന്ന സിഗ്നൽസ്, അതിന്റെ കുറെ കാര്യങ്ങളാണല്ലോ. ആ ഡിസൈൻ, ബ്രെയിൻ ഡിസൈൻ ആണ് നോക്കേണ്ടത്. ശരിക്കും അല്ലേ? അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് വിഷ്വലാണ്. അപ്പൊ അയാൾക്ക് വിഷ്വലി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുമ്പോൾ ഇഷ്ടമുണ്ടാവുക. അയാളുടെ രീതികൾ അങ്ങനെയായിരിക്കും, അയാൾ ഇങ്ങനെ വീടൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലാവണം. ഞാൻ അങ്ങനെയാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുമോ, പൊരുത്തപ്പെടാൻ പറ്റുമോ. അയാൾ കുറച്ച് കച്ചറയായിട്ട് നടക്കുന്ന ആളാണ്, അവർ മാസം മാസം ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, രാത്രി 2 മണിക്ക് എണീറ്റ് ചായ കുടിക്കാൻ പോകുന്ന രീതിയായിരിക്കും കിനസ്തെറ്റിക്കുകാർക്ക് എന്നൊക്കെ മനസ്സിലായിട്ട് ഇതുമായിട്ട് എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്റെ വീട്ടുകാർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി കല്യാണം കഴിക്കുവാണെങ്കിൽ, കല്യാണം മാത്രമല്ല പ്രണയം, ലിവിങ് ടുഗദർ, വാട്ടെവർ ഇറ്റ് ഇസ്, ഏത് റിലേഷൻഷിപ്പിന് പേരിട്ട് വിളിച്ചാലും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പൊരുത്തക്കേടുകൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പേ ഇപ്പം നമ്മൾ കൂടുതൽ ഞങ്ങളും പറയാറുണ്ട്, ഒരു കൗൺസിലിങ്ങിന് പോണം. അപ്പം അതിൻ്റെ അകത്ത് ഇത് മാത്രമാണോ ഒരു ക്രൈറ്റീരിയ, കൗൺസിലർ പറയുന്നത് അല്ല. ക്രൈറ്റീരിയ? അതില് നമ്മള് ആദ്യം മുതൽ, അതായത് സ്ത്രീ പുരുഷൻ എന്താണെന്നും, സ്ത്രീ പുരുഷ റിലേഷൻഷിപ്പ് എന്താണെന്നും, അവിടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണമെന്നും, കുടുംബം എന്താണെന്നും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തായിരിക്കണമെന്നും, ഇമോഷണൽ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണമെന്നും, അത് ഓരോ സിസ്റ്റം വ്യത്യാസമുണ്ട് കേട്ടോ. ചില റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ വേറെയാണ്, സൈക്കോളജിക്കലി ആയിട്ടുള്ളത് വേറെയാണ്. രണ്ടും രണ്ട് എക്സ്ട്രീം ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഒപ്പം കുട്ടികളെ വളർത്തേണ്ടത്, പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും, സൊസൈറ്റിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ കൊടുക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മാരേജ് എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും ബയോളജിക്കലി വല്ല സർട്ടൻ ഏജ് ഉണ്ടോ? അപ്പൊ ഏർലി മാരേജ് ആണോ, അത് ലേറ്റ് ആയി പോയി, പണ്ട് നേരത്തെ കല്യാണം കഴിപ്പിക്കായിരുന്നു 16 വയസ്സിൽ, ഇപ്പം ഒന്ന് സെറ്റിൽ ആയിട്ട് മതി? പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ, ഏർലി മാരേജ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടുകളുണ്ട്. ലേറ്റ് മാരേജ് ആയി കഴിഞ്ഞാൽ ബയോളജിക്കലി നോക്കുവാണെങ്കിൽ ഇനി ഒരു പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷൻസും ഉണ്ട്. 40 വയസ്സ് കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന, ആ അമ്മയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഐഡിയൽ ഏജ് എന്ന് നമുക്ക് ഓരോ തിയറിയും ഓരോന്ന് പറയും. ആക്ച്വലി ഒരു സ്ത്രീ, ഒരു പുരുഷൻ പ്രിപ്പയർഡ് ആണെന്ന് അവനവന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഓക്കെ. ഇതിൽ വേറൊരു വശം എന്താ വെച്ചാൽ, ഒരു മനുഷ്യന്റെ തലച്ചോറ് വളർന്ന് പൂർത്തിയാവാൻ 24 to 25 വയസ്സാവും. അതായത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് മെച്ചൂർഡ് ആവണമെങ്കിൽ 23 to 24 ഇയേഴ്സ് ആവും. അതിനെ മുന്നേ വരെ നമ്മളെ റൂൾ ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ്. മനസ്സിലായോ? അവിടെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഇമോഷണലി ഡിസിഷൻസ് എടുക്കുന്നത് ഈ ഇമോഷണൽ ബ്രെയിൻ ആയതുകൊണ്ടാണ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ ബ്രെയിൻ ആണ് നമ്മളെ ലോജിക്കലി തീരുമാനം എടുക്കാൻ സഹായിക്കുക. ഓക്കെ. വരും വരായകൾ നോക്കി, ശരി തെറ്റുകൾ മനസ്സിലാക്കി, ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഇവിടെ പോയി പറഞ്ഞാൽ എന്ത് സംഭവിക്കും, കണക്കുകൂട്ടലുകളോട് കൂടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ബ്രെയിൻ കൊണ്ടാണ്. നമ്മുടെ വർക്കിംഗ് മെമ്മറി ആണെങ്കിലും, നമ്മുടെ ഇമോഷൻസ് നിയന്ത്രിക്കുന്നത്, തോട്ട്സ് നിയന്ത്രിക്കുന്നതൊക്കെ ഇവിടെയാ. അപ്പൊ ഈ 24 വയസ്സിന് 23 വയസ്സിന് മുന്നേ നിങ്ങൾ ഒന്ന് നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ആ ഒരു ഏജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ചെറുത് തൊട്ട് വലിയ വരെ തീരുമാനങ്ങൾ, പട്ടിണി കിടക്കാൻ തീരുമാനിച്ചത് മുതൽ വേറെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ വരെ നമ്മൾ എടുക്കുന്നത് പേടിച്ചിട്ടോ, ദേഷ്യം വന്നിട്ടോ, വെറുപ്പ് കൊണ്ടോ, സങ്കടം വന്നിട്ടൊക്കെ ആയിരിക്കും, അല്ലേ? പക്ഷെ 25 വയസ്സ് കഴിഞ്ഞാൽ പട്ടിണി കിടക്കൽ കുറവാ, പിണങ്ങിയിട്ട്. ഞാൻ സാധാരണ ക്ലാസ് റൂമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ എനിക്കൊരു 100 രൂപ വേണം എന്ന്, ഞാൻ ഇപ്പൊ ഒരു 16 വയസ്സായ ഞാൻ ഇതിപ്പോ ഗോപു അമ്മയാന്ന് വിചാരിക്കും, ഞാൻ അമ്മ എനിക്ക് 100 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഒട്ടനെ തരാന്ന് പറയോ? ഇല്ല, എന്തായാലും ചോദിക്കും. പിന്നെ സാധാരണ ഇപ്പൊ ഒരാളാണെങ്കിൽ പറയും തരാൻ പറ്റില്ല, കഴിഞ്ഞ ആഴ്ചയല്ലേ 100 രൂപ വാങ്ങിയിട്ട് പോയത്, എല്ലാ ആവശ്യം തരാൻ പറ്റില്ല, ഇനി തരാൻ പറ്റില്ല. അപ്പൊ അവള് പറയാണ്, അല്ലമ്മ
ബർത്ത്ഡേ ആണ് ഒരു കുട്ടിയുടെ, ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ. അപ്പൊ അമ്മ എന്ത് ചെയ്താലും സമ്മതിക്കുന്നില്ല, 100 രൂപ തരും. ചില അമ്മമാര് പറയും എന്താ കണക്കുണ്ട്, ഈ കണക്കുണ്ട്, ലോൺ അടയ്ക്കണം, പഞ്ചായത്ത് പോകണം, വില്ലേജിൽ പോകണം, പൈസയായി, ആശുപത്രിയായി, ഇൻഷുറൻസ്, എനിക്ക് ഈ പൈസ ഇല്ല. അപ്പോഴാണ് 8 മണിയാകുമ്പോ മോളുടെ ഫ്രണ്ട് വിളിച്ചോണ്ട് എനിക്ക് പൈസ കിട്ടി, നിനക്ക് പൈസ കിട്ടിയോ? അപ്പൊ ഇവൾക്ക് ആകെ ഈഗോ ഹേർട്ടോ, എന്റെ അമ്മ ഇങ്ങനെ, എന്റെ ഇങ്ങനെ തരാൻ പോയ അച്ഛനെയും കൂടെ മുടക്കും ചിലപ്പോ അമ്മ. കൂടുതൽ ദേഷ്യം അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 8, അപ്പൊ ഇവള് അവസാനത്തെ കളിക്കും എങ്ങനെ, 7:30 ആകുമ്പോ തരാൻ പറ്റുമോ അമ്മ? അമ്മ തരില്ല, ഇത് കുറച്ച് ദൂരത്താണെന്നൊക്കെ പറയും. ദേഷ്യം വന്ന് കരഞ്ഞ്, ഈ പെൺകുട്ടിയാണെങ്കിൽ നിലത്ത് 4 ചവിട്ടും ചവിട്ടി റൂമിൽ പോയി വാതിലടച്ച് കമ്മെന്നടച്ച് കരയും. 8:30 9 മണിയായപ്പോ അമ്മ പോയി, മോളെ കഴിക്കാൻ വാ. കുട്ടി സുഖമായി കഴിക്കാൻ വരുമോ? ഇല്ല. കുട്ടിക്ക് ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, ഫ്രസ്ട്രേഷനാണ്. അതിന്റെ പുറത്ത് കുട്ടി എന്ത് തീരുമാനം എടുത്തു? അമ്മ തരുന്ന ഭക്ഷണം കഴിക്കില്ല. അപ്പൊ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്ത് ആരാണ്? 100 റുപ്പീസ് അല്ല, ഇമോഷൻ. മനസ്സിലായോ? 100 റുപ്പീസ് ആണ്. 100 റുപ്പീസ് തരില്ല എന്ന് പറഞ്ഞപ്പോ എന്നിലുണ്ടായ എന്റെ വിഷമവും ദേഷ്യമാണ് എന്നെ പട്ടിണി അടക്കാൻ തീരുമാനിച്ചത്. ഇത് തന്നെ 25 വയസ്സായ ചേട്ടൻ ഉണ്ടെന്ന് വിചാരിക്കും, വന്ന ഉടനെ ചോദിക്കും, അമ്മ ഒരു 500 മണീസ്. ജോലിയൊന്നും ആയിരിക്കും, എന്തിനാ? 500 രൂപ ടൂർ പോകാനാണ്. 500 റുപ്പീസിന്റെ 500 മണീസ് എന്നാണ് അവര് പറയുന്നത്. 500 മണീസ് ഷോർട്ടേജ് ഉണ്ട്. 1000 റുപ്പ എന്റെ അടുത്തുണ്ട്, പെട്രോൾ അടിക്കാനാണ്. അമ്മ കൊടുക്കില്ല. പഠിച്ച ബിടെക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിത്തം കഴിഞ്ഞ് ജോലി ഇല്ലാണ്ടിരിക്കണം മോനാന്ന് വിചാരിക്കും. ഈ കുട്ടി അവിടെ നിന്ന് കരഞ്ഞ് കല്ല് പിടിക്കുവോ? ഇല്ല. അടുത്ത ഒറ്റ ചോദ്യത്തോടെ അവസാനിക്കും, തരാൻ പറ്റുമോ ഇല്ലയോ? അമ്മ പറയും തരാൻ പറ്റില്ല. ഉറപ്പല്ലേ? ആ വണ്ടി എടുക്കും, പോവും. ഇവൻ 8:30 9 മണിക്ക് വീട്ടിൽ കയറി വരുമ്പോ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അവൻ എന്ത് ചെയ്യും? ഡിഫറൻസ്. ഇത് സിമ്പിൾ എക്സാമ്പിൾ ആണ്, ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലാവണം. ആ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവാത്തോണ്ടാണ് പലപ്പോഴും ഈ 18 വയസ്സിലൊക്കെ ഒളിച്ചോടി പോകുന്നത്, അല്ലെ? പൊതുവെ ഒളിച്ചോടി പോകുന്ന പ്രായം എത്രയാണ്? 18 വയസ്സ്. അപ്പൊ ആ പോകുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാ. അച്ഛനും അമ്മയും പേടിച്ചിട്ടാണ്, അല്ലാതെ അവര് ലോജിക്കലി ചിന്തിച്ചിട്ടല്ല, അല്ലെ? വരും വരായികളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല. എന്നിട്ട് 18 വയസ്സിൽ ഒളിച്ചോടി പോയവർ എപ്പോ തിരിച്ചു വരും? മിക്കവാറും 2-3 മാസത്തിനുള്ളിൽ തന്നെ 18 വയസ്സാകുമ്പോഴേക്കും തിരിച്ചു അതാ പറഞ്ഞു. അല്ലെങ്കിൽ മാക്സിമം 20. അതെന്തുകൊണ്ടാ വെച്ചാൽ ആ ലോജിക്കലി ചിന്തിക്കാൻ പറ്റാത്തോണ്ടാണ്. പക്ഷെ 25 വയസ്സ് കഴിഞ്ഞ് ഒളിച്ചോടി പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? അവര് പിന്നെ മിക്കവാറും അവര് പോകുന്നത് കാത്തിരുന്ന് അവസാനം പറഞ്ഞിട്ടേ പോകും, നിങ്ങൾ കല്യാണം കഴിച്ചു തന്നില്ല, ഞങ്ങൾ പോവാണ്. അല്ലാണ്ട് ഒളിച്ചോടി പോകുന്നത് കുറവാണ്. അപ്പൊ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കള് ഈ ടീനേജിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റാത്തത്, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തത്, അവർ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. കൂട്ടുകാർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്തു. സന്തോഷം കൂടിയാലും ചെയ്യും, സങ്കടം കൂടിയാലും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ചെയ്യും എന്ന് വെച്ച് അവർ ലൈഫ് ആ പ്രായത്തിൽ തീരുമാനം എടുക്കാൻ കഴിവേ ഇല്ലാത്തവർന്നല്ല. മനസ്സിലായി. ചില സിറ്റുവേഷനിൽ കോൺഫ്ലിക്ട് വരുന്ന സമയത്ത്, കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവാതിരിക്കുന്നത് ഈ ഒരു കാരണം. അത് ബോയ്സിനും ഗേൾസിനും ഒരേപോലെയാണ്. ഏജിലാണോ? അല്ല, സെയിം ആണ് മനുഷ്യർക്ക്. മനസ്സിലായോ? അപ്പൊ 24 വയസ്സ് കഴിയുമ്പോ കുറെ കൂടി മെച്ചൂർഡ് ആയിട്ട് ചിന്തിക്കാനും, നമ്മൾ തന്നെ 16 വയസ്സിൽ പെരുമാറിയ പോലെയാണോ 24 വയസ്സിൽ? അല്ല. 16 വയസ്സിൽ മുടി വളർത്തി നമ്മൾ പറയുന്ന വേഷമൊക്കെ കെട്ടിയിട്ട് ഇരിക്കുന്ന കുട്ടികൾ 24 വയസ്സിൽ ഇന്റർവ്യൂവിന് മുമ്പ് അങ്ങനെയാണോ? അല്ല. അവര് വൈവയ്ക്ക് മുമ്പ് അങ്ങനെ പോയില്ല. സോ അതിനർത്ഥം അവര് മെച്ചൂർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ 21 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ പതുക്കെ അതിലേക്ക് എത്തിത്തുടങ്ങും. ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അന്ന് നന്നാവാൻ ഇന്ന് വടിയെടുത്തും ഭീഷണിപ്പെടുത്തി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഇല്ലാണ്ടാവും. മനസ്സിലായോ? അന്ന് അവർ തന്നെ നന്നാവും. ഓരോ മനുഷ്യന്റെ ഉള്ളിലും എങ്ങനെ വളരണം എന്നുള്ളതിന്റെ സീഡ് ഇട്ടിട്ടുണ്ട്. ദേ നോ. നിങ്ങൾ പറഞ്ഞിട്ടാണോ കുട്ടി കമ്മുന്നത്? അല്ല. നിങ്ങൾ പറഞ്ഞിട്ടാണോ കുട്ടി മൊട്ടുകുത്തിയത്? നിങ്ങൾ പറഞ്ഞിട്ടാണോ കുട്ടി നടന്നത്? അല്ല. എന്തേ അതൊക്കെ പഠിപ്പിക്കണ്ടേ? ഇത് ഭയങ്കര കറക്റ്റ് കേട്ടോ. ഇത് പഠിപ്പിക്കണ്ടേ? അപ്പോ ഏറ്റവും ലൈഫില് മരണം വരെ വേണ്ട സാധനമാണ് നടക്കുക, വീണ എണീറ്റ് നിൽക്കുക, ഓടുക എന്നുള്ളത്. ഇത് നിങ്ങൾ പഠിപ്പിച്ചിട്ടാണോ? അല്ല. അപ്പൊ മനുഷ്യർക്ക് സാഹചര്യം ഉണ്ടാക്കിയാൽ അവർക്കത് പഠിക്കാൻ പറ്റും, വളരാൻ പറ്റും. എവിടെയെങ്കിലും ഇപ്പൊ കുട്ടി നടക്കാൻ കുറച്ച് വൈകിയെങ്കിൽ നമ്മളൊരു താങ്ങി നിൽക്കും കുറച്ചു നേരം. അത്രയേ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിക്കും ചെയ്യണ്ടുള്ളൂ. സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, താങ്ങി കൊടുക്കുക കുറച്ചു കാലം.
സ്വഭാവ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇതേപോലെയാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒരു ഡിലേ ഉണ്ട്, അവർക്ക് എന്തോ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്, അവിടെയും ചേർത്ത് പിടിച്ചിട്ട് കൂടെ ഉണ്ടെന്ന് പറയാ. അല്ലാതെ മക്കളെ വളർത്തി വളർത്തി നശിപ്പിക്കുക. ഈ ടോക്സിക് റിലേഷൻഷിപ്സ് ചിലയിടത്ത് ഇപ്പൊ ഈയിടെയായിട്ട് കുറെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ച് അറിയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഓരോ കുട്ടികൾ ബീറ്റ് ഹസ്ബൻഡ് ഓർ വൈഫ് ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരാൾ ടോക്സിക് ആയതുകൊണ്ട് മറ്റേ ആള് എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്ന്. ഈ ടോക്സിക് ആവുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഈ ടോക്സിക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉം. ഇപ്പൊ പ്രണയത്തിലാണെങ്കിൽ നമ്മൾ പ്രണയിക്കാൻ തുടങ്ങി. ഉം. അപ്പൊ ഒരു കാമുകിയും കാമുകനും. അപ്പൊ കാമുകിയും കാമുകനും ഇപ്പൊ നേരത്തെ ഞങ്ങളാണ് ഭാര്യയും ഭർത്താവായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടാളും ഞാൻ കാമുകി, നീ കാമുകൻ. അപ്പൊ പ്രണയിക്കാൻ തുടങ്ങി. അപ്പൊ കാമുകൻ പറയാണ് കാമുകിയോട്, നമ്മൾ രണ്ടാളും സെറ്റാണ്. ഞാൻ പഠിച്ചിട്ട് IT ഒക്കെ കഴിഞ്ഞിട്ട് ഗൾഫ് പോയിട്ട് ജോലി എടുക്കും, നീ ഡിഗ്രി കഴിഞ്ഞ് PSC കഴിഞ്ഞ് ജോലി എടുക്കും. അപ്പൊ നീ ജോലി സെറ്റ് ആവും, ഞാനും ജോലി സെറ്റ് ആവും, നമ്മുടെ ജാതി മതം ഒക്കെ ഓക്കെയാണ്, നമ്മുടെ വീട്ടിൽ ഫിനാൻഷ്യലി ഒരുപോലെയാണ്. ഞാൻ വരുന്നു, കല്യാണം ആലോചിക്കുന്നു, കല്യാണം കഴിക്കുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന കാമുകി വെരി സിമ്പിൾ, അതെ. പഠിക്കണത് +1 +2 കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പ്രണയിക്കാൻ തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഇത് കഥയാണ്, ഞാൻ ആൺകുട്ടികളെ പെൺകുട്ടികളെ മോശമാക്കല്ല, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തല്ലാൻ വരുന്നത്. അപ്പൊ കാമുകൻ പറയാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്ത് രസറിയോ കാണാനായിട്ട്, പ്രത്യേകിച്ച് ആ കളർ ഡ്രസ് ഇട്ടിട്ട് വരുന്ന ദിവസം നീ ജീൻസും ടോപ്പ് ഇട്ടിട്ട് വരാൻ സ്റ്റൈലാണ്. ജീൻസ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ ക്ലാസ്സിലെ ചില കുട്ടികള് നോട്ട ശരിയല്ല, നീ വരുന്ന ബസ്സിലെ ആ 2 ചേട്ടന്മാരുടെ നോട്ട ശരിയല്ല, അതുകൊണ്ട് മാത്രം ജീൻസിന്റെ കൂടെ ക്രോപ്പ് ടോപ്പ് ഇടരുത്. മനസ്സിലായി. മനസ്സിലായോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അപ്പൊ നമ്മുടെ ചേച്ചിക്ക് തോന്നും ശരിയാ, എന്റെ എന്തൊരു കെയറിങ്. ഇത് മാസ് ഡയലോഗ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടും. കെയറിങ് ആണ്. അപ്പൊ പ്രണയത്തിലിരിക്കുമ്പോ ഇതിനെ നമുക്ക് കെയറിങ് ആയിട്ട് ഫസ്റ്റ് തോന്നും. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പറയും, ഇതുപോലെ മഞ്ഞ സാരിയിൽ മഞ്ഞ ഡ്രസ്സിൽ പച്ച പൂക്കളിട്ടിട്ട് കാണാൻ എന്ത് രസാണ്, എന്റെ കുട്ടി സൂപ്പറാണ്, പക്ഷെ സ്ലിറ്റ് വേണ്ട കേട്ടോ, ലെഗിൻസ് വേണ്ട, സ്ലീവ്ലെസ്സും വേണ്ട, ഞാൻ നന്നാണ്, നോക്കൂല, അവര് നോക്കും. അങ്ങനെ എന്റെ കുട്ടീനെ നോക്കണത് എനിക്ക് ഇഷ്ടം. നമ്മള് ഭയങ്കര ഇത് കേൾക്കുമ്പോ കാമുകൻ തോന്നും ബെസ്റ്റ് കെയറിങ്. വീട്ടിൽ അച്ഛൻ പറഞ്ഞ കുട്ടി എന്ത് പറയും? ഒന്ന് പോയിക്കാച്ചാ, നിങ്ങൾ ഓൾഡ് അല്ലേ, ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ കാമുകൻ പ്രണയത്തോടെ ഈ കാര്യങ്ങൾ പറയുമ്പോ ആദ്യം ഇത് കെയറിങ് ആയിട്ടും പ്രണയമായിട്ടും തെറ്റിദ്ധരിക്കും. ആക്ച്വലി പ്രണയിച്ച് തുടങ്ങുമ്പോ നമ്മൾ കണ്ണാടി നോക്കി ഒരു ഫോട്ടോ എടുത്തേക്കണം. 10 മാസോ അല്ലെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് സെയിം, നിങ്ങൾക്ക് ഒരു അപ്പിയറൻസിൽ വ്യത്യാസമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ടോട്ടലി നമ്മൾ മാറി, നമ്മൾ വെക്കുന്ന പൊട്ട്, കമ്മല്, മുടി, ആൺപിള്ളേരാണെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഇതൊക്കെ മാറി. ആർക്ക് വേണ്ടി? മറ്റേ ആള് പറയുന്നത്. പക്ഷെ അയാൾ നിർബന്ധിച്ചോ? ഇല്ല. പക്ഷെ നമ്മൾ അനുസരിച്ചോ? നമ്മൾ അത് അനുസരിക്കുകയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഇഷ്ടങ്ങളെയാണ് നമ്മൾ മാറ്റി വെക്കുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. ഇങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോ പിന്നെ തുടങ്ങും. സാധാരണ പ്രണയിക്കുന്ന ആളുകൾ രാത്രി എത്ര മണി വരെ വർത്താനം പറയും? +1 +2 അവൾക്കറിയാം. 12 2 മണിയാണ് ഇപ്പോഴത്തെ കണക്ക്. 2 മണിക്ക് നമ്മൾ ഓൺലൈനിൽ ഓഫ്ലൈനായി. ഇപ്പൊ അവസാനം നമ്മൾ പറയും ഗുഡ് നൈറ്റ് ചക്കരേ വാവയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഹാർട്ടൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഓഫ്ലൈൻ പോയി. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇതേ കിടക്കണം ഓൺലൈനില്. പക്ഷെ എന്നോട് ചാറ്റ് ചെയ്യുന്നില്ല. സംശയായി, നീ എന്നോടല്ലാണ്ട് ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്? അതുപോലെ എന്റെ കൂടെ അല്ലാണ്ട് വേറെ സെൽഫി എടുക്കാൻ പാടില്ല, എന്റെ കൂടെ അല്ലാണ്ട് ആരുടെയും കൂടെ റീൽസ് ചെയ്യരുത്, സ്റ്റോറി ഷെയർ ചെയ്യരുത്, സ്റ്റോറി ഇടരുത്. അതൊക്കെ എന്തിനറിയോ ചക്കരയെ പറയണ? നമ്മളല്ലേ സ്നേഹം, നമ്മുടെ പ്രണയം അങ്ങനെയാണ്. പ്രണയിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രം. അപ്പൊ മറ്റുള്ള സോഷ്യൽ സർക്കിളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് എന്റെ മാത്രമായിട്ട് മാറുക. ആരോടും മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാതെ കസിന്റെ കൂടെ പോകരുത്, കസിന്റെ കൂടെ ബൈക്കിൽ പോകരുത്, കസിന്റെ ബൈക്കിൽ കയറ്റരുത്, അതായത് അങ്ങനെ ഒരു ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. എന്റെ മാത്രം, അതാണ് പ്രണയം. അങ്ങനെ പറയുമ്പോ ആദ്യം പറഞ്ഞ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ ഇങ്ങനെ തുടർച്ച വരിക.
അവസാനം ഈ കുട്ടിക്ക് ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ വരും. ഉം. ശ്വാസം എടുക്കണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കും, അതെ. നീ എന്താ എന്നോട് പറയാണ്ട് പോയത്? നീ അവിടെ പോയത് ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? നീ എന്താ ഗുഡ് നൈറ്റ് ഇട്ടില്ല? നീ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മെസ്സേജ് ഇട്ടില്ല? ഇത്തരത്തിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു ഇടമായിട്ട് ആ പ്രണയം മാറുന്നുണ്ടെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പ്, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആണ്. അതായത് മറ്റൊരാളെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആവുന്നത് മനസ്സിലാക്കാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് ഇതിന്റെ അവയർനെസ് നല്ലോണം ഉണ്ട്, അവർക്കറിയാം. അപ്പൊ അവർ പാരലലി പല സെറ്റിങ്ങും ശരിയാക്കി വെക്കും. റിലേഷൻഷിപ്സ് ഞാൻ ബ്ലെയിം ചെയ്യല്ല, അതാണ്. അതായത് അവർക്ക് അറിയാം, അവർക്ക് ഗുണമില്ലാത്ത, അവർക്ക് ഹാപ്പിനെസ് കിട്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് അവർ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ നല്ല പ്രണയമാണെങ്കിൽ ഈ ടോക്സിസിറ്റി ആവശ്യമില്ല. അത് ഭാര്യ ഭർത്താവാണെങ്കിലും ആ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാൻ ഭാര്യയ്ക്കും ഭർത്താവിനും പറ്റണം. അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അവർക്ക് പ്രൈവസി ഉണ്ട്, അവരുടെ ഇഷ്ടങ്ങളുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് ഒരു പുസ്തകം വായിക്കണം, ഒറ്റയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കണം. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് അത് ഉണ്ടാക്കിയെന്ന് ചോദിക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഒരു ഇഷ്ടമുണ്ട്, അത് അവരുണ്ടാക്കട്ടെ, അവർ യാത്ര ചെയ്യട്ടെ, എനിക്കിഷ്ടമുള്ള നിറങ്ങൾ ഇടട്ടെ. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് ടോക്സിസിറ്റി ആവുന്നത്. ഇതല്ലേ കൊറേ സഹിച്ച് 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 അവസാനം അത് സഹിക്കാൻ ആരാ പഠിപ്പിച്ചത്? മേ ബി സൊസൈറ്റി, Parents. പേരൻസ്. അതായത് ബുദ്ധിമുട്ടുകൾ സഹിക്കണം, ക്ഷമിക്കണം, നിനക്കും കൂടെ അതിൽ പങ്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഈ ശാരീരിക മാനസികമായിട്ട് ഉണ്ടാവുന്ന മുറിവുകളെ അവർ അടിച്ചമർത്തുവാണ്. മനസ്സിലായി? അപ്പോ അവസാനം അടി കൊണ്ട് മുഖം വീങ്ങി ചോര കല്ലിച്ച് വരുമ്പോഴേ സമൂഹം അറിയുന്നുള്ളൂ, അതെ. അല്ലെങ്കിൽ മരണപ്പെടണം. മനസ്സിലായി? അതിനു മുന്നേ ഇവര് ചത്ത് ജീവിക്കുക. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്റെ അവരെ കണ്ടുപിടിക്കൂ, നിങ്ങൾ ഇവരെ കണ്ടുപിടിക്കൂ, അങ്ങനെ അങ്ങനെ തിരിയാൻ മറിയാൻ വിടാതെ ജീവിക്കുന്നത് മരിച്ചതിന് തുല്യമാണ്. ഇഷ്ടമുള്ള പോലെ ഒന്നും ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ പറ്റാത്ത വീടുകളുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പെർമിഷൻ ഇല്ലാത്ത ഭാര്യയും ഭർത്താവും ഉണ്ട്. ഒന്നിച്ച് പുറത്തു പോകാൻ പെർമിഷൻ ഇല്ലാത്ത ഭാര്യയും ഭർത്താവും ഇന്നും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇത് പിടിച്ചു നിൽക്കുന്നത് മക്കളെ ഓർത്തിട്ടാണ്. അപ്പൊ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും, എന്നിട്ട് ഡിവോഴ്സിനും. അപ്പൊ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നോ പറയാൻ പറ്റണം. നോ പറയുമ്പോൾ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരന്റ്സ് അതിന് മനസ്സിലാക്കി കൂടണം. അപ്പൊ ഈ ആദ്യം ഈ ടോക്സിസിറ്റി കാണിക്കുന്ന വ്യക്തിയില്ലേ, നമ്മളിപ്പം അനുഭവിക്കുന്ന വിക്ടിം പോലത്തെ ആളെ പറ്റി പറഞ്ഞു, ആ പറയുന്ന ആള് അയാൾക്ക് ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോവും എന്നുള്ള പേടി കൊണ്ടായിരിക്കുമോ ഇങ്ങനെ പിടിച്ചു വെക്കണത്? ആയിരിക്കാം. അത് മാത്രമാവണം എന്നൊന്നുമില്ല. അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം, അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഭയമാവാം, പൊസസീവ്നെസ് ആവാം, അവരനുഭവിച്ച് വന്നിട്ടുള്ള ഇൻസൾട്ടുകളും റിജക്ഷൻസും ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നൊക്കെ ഒക്കെ കിട്ടിയത് ഈ സ്നേഹമാണ്, ഇത് നഷ്ടപ്പെടാതിരിക്കാനും ആവാം. അപ്പൊ അവർ ആത്മഹത്യാ ഭീഷണികളൊക്കെ മുഴക്കും. നീ എന്നോട് ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ, നീ എന്നെ ഒന്ന് സ്നേഹിച്ചില്ലെങ്കിൽ, നീ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയി ആത്മഹത്യ. ബിക്കോസ് അവരുടെ ഉള്ളിൽ അവർക്ക് ജീവിതം ഇല്ലാണ്ടാവുമെന്നുള്ള ഭയമായിരിക്കും. അതിനും ഒരു പരിധി വരെ പാരന്റ്സും സൊസൈറ്റിയും ഒക്കെ ഉത്തരവാദികളാണ്. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് വന്ന ഒരാൾക്ക് ഈ കുട്ടിയാണ് പ്രണയിക്കാൻ കിട്ടിയത്, പ്രണയിച്ചു, അതും നഷ്ടപ്പെടുമോ എന്ന് വരുമ്പോ അഗ്രസീവ് മോഡിലേക്ക് പോവാം. അറിഞ്ഞുകൊണ്ടാവണം എന്നില്ല. അപ്പൊ അവരൊരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിരിക്കാം, സ്വഭാവ പ്രശ്നമായിരിക്കാം, അത് ജന്മനാ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രോമയിലൂടെ കടന്നു വന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ അതും ആവാലോ. ഇതൊക്കെ ഒരു ഏർലി സ്റ്റേജില്, അതിലും യങ്ങർ സ്റ്റേജിൽ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവർ ഇതിന്റെ ഈ സ്വഭാവത്തിന്റെ ചെറിയൊരു ഇത് ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടാവില്ലേ? അതായത് ഈ സ്വഭാവ പ്രശ്നം, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ നമുക്കൊരു 10, 11, 12 വയസ്സാകുമ്പോഴത്തേക്കും ചെറിയ ലക്ഷണങ്ങൾ കാണിക്കും. നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. അതായത് ദേഷ്യം വരുന്നുണ്ട് എല്ലാ കുട്ടികളെയും പോലെ, പക്ഷെ അങ്ങനെ അല്ലല്ലോ, എന്തോ ഒരു വ്യത്യാസമുണ്ട്, എന്തോ വാശി കൂടുതലുണ്ട്, നമുക്കിതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന തോന്നല് ആ പ്രായത്തിൽ തുടങ്ങണം. ആക്ച്വലി പാരന്റ്സിന് തോന്നും, പക്ഷെ അവർ ഡിനൈ ചെയ്യും. അതെന്റെ തോന്നലായിരിക്കും. ഈവൻ ഇഫ് ടീച്ചർമാർ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കും. കുട്ടി ഒന്ന് കാണിക്കൂ, എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു, ഒന്ന് റൂൾ ഔട്ട് ചെയ്യൂന്ന് പറഞ്ഞാലും
പാരന്റ്സ് അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഡിനേ ചെയ്യും. ആ ഏജിൽ ഡിനേ ചെയ്തിട്ട് പിന്നെ 16-19 വയസ്സിൽ വരുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആണ്. കുട്ടിക്ക് ഇപ്പൊ മെഡിസിൻ കൊടുക്കേണ്ടതാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവില്ല, തെറപ്പിക്ക് വരില്ല, കൗൺസിലിങ്ങിന് വരില്ല. അപ്പൊ ആകെ പ്രശ്നം. അപ്പൊ ഈ ടീനേജിലേക്ക് കടന്നു തുടങ്ങുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ എന്തെങ്കിലും ഇൻഹറന്റ് ആയിട്ട് ഒരു പ്രശ്നം, സൈക്കോളജിക്കൽ പ്രോബ്ലം, സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ വന്നു തുടങ്ങും. നമുക്ക് പലപ്പോഴും ചില OCD കേസസ് ഒക്കെ, ചില സൈക്കോസിസ് കേസസ് ഒക്കെ, അതുപോലെ ഭയങ്കര ബൈപോളാർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഒക്കെ ചില ഏജിൽ 16-17 ചെറിയ സംശയങ്ങൾ തോന്നുമ്പോ തന്നെ ഞാനത് ഡയഗ്നോസ് ചെയ്യില്ല, ഞാനത് ഒന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കൂ കേട്ടോ. അവരെ കാണിച്ചിട്ട് ഇഫ് അവര് പറയുകയാണെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കണം. അപ്പൊ അതിന് എഡ്യൂക്കേറ്റ് ചെയ്യാം. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സംശയമുണ്ട്, നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കൂ, ഇഫ് മെഡിസിൻ എടുക്കുവാണെങ്കിൽ അത് എന്തിനു കഴിക്കണം എന്ന് പേഷ്യന്റിനെയും ആ കുട്ടി ഹോറട്ടസ് അവരെയും പാരന്റ്സിനെയും എഡ്യൂക്കേറ്റ്. ഒപ്പം എങ്ങനെ ആ ഒരു സിസോഫ്രീനിയ കണ്ടീഷനാണ് അല്ലെങ്കിൽ വേറൊരു പേഴ്സണാലിറ്റി, നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആണ്, ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കണം, നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇവരെ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയുടെയും ജീവിതം ഇല്ലാണ്ടാവാം. അതെ, ഇവരെ കറക്റ്റ് ചെയ്തിട്ട് അപ്പൊ അത് വേണം. പക്ഷെ ഇവർക്കും താങ്ങും തണലുമായി ഇവര് സ്നേഹിക്കണം, ഇവരും അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോകണം. അപ്പൊ രണ്ടുപേരും ഇത് നന്നാക്കാൻ നോക്കുന്നു, നന്നാവുന്നില്ല, അപ്പൊ നിന്റെ കുഴപ്പമാണ് എന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നം. അപ്പൊ ഇത് ട്രീറ്റ്മെന്റ് വേണ്ടതാണ്, ട്രീറ്റ്മെന്റ് എടുക്കുക, കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക, ഒപ്പം നമ്മൾ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുക. ഈ ലെവലിലേക്ക് ഒരു ടോട്ടൽ ഫാമിലി മെന്റൽ ഹെൽത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻസ് കൊടുക്കുകയാണ് ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പരിമിതികളുണ്ട്, ഒരു കൗൺസിലർക്ക് ഒരു സൈക്കോളജിസ്റ്റിന് പരിമിതികളുണ്ട്. ഓക്കെ, ഒരു മെയിൻ്റെനൻസ് സർവീസ് മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടുത്ത അസുഖം ചികിത്സിച്ച് ഭേദാക്കുന്ന ആളുകളല്ല. ഒരു ഡയഗ്നോസിസ്, അതായത് ചെറിയ വിഷമങ്ങൾ വന്നു, ട്രോമ വന്നു, എങ്ങനെ ഡീൽ ചെയ്യുന്ന അറിയുന്നില്ല, കൺഫ്യൂഷൻസ് വന്നു, കോൺഫ്ലിക്റ്റ് വന്നു, ചെറിയ പേടികൾ വന്നു, ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി, ഒരു ഹീലിംഗ് പ്രോസസ്. അതിനപ്പുറം ഒരു കെമിക്കൽ ഇംബാലൻസ് കൊണ്ടുവരുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ബൈപോളാറും ബോർഡർ ലൈനും സിസോഫ്രീനിയ, നാർസിസ്റ്റ് പോലത്തെ ഇഷ്ടം പോലെ ഇതുള്ളത്. അതൊന്നും നമുക്ക് പേഴ്സണലി സൈക്കോളജിസ്റ്റ് ഒന്നും ചെയ്യാനില്ല. മെഡിസിൻസിന്റെ ഒപ്പം ഈ പേഷ്യൻസിന് കേക്ക്, അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ബാലൻസ്ഡ് ആകുമ്പോൾ അവർക്ക് ഒരു ബിഹേവിയർ തെറപ്പിയൊക്കെ കൊടുത്ത് ഒരു എങ്ങനെ പേഴ്സണാലിറ്റി കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കാം, എങ്ങനെ ഒരു ജോലി സ്ഥലത്ത് പെരുമാറാം, ഒരു ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ എങ്ങനെ മറ്റാളെ മനസ്സിലാക്കാം. ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. ക്ലിയർ? അപ്പൊ ഇതൊരു കൂട്ടായ പ്രയത്നമാണ്. ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു ഫാമിലി, പിന്നെ സൊസൈറ്റി. വിജിത്തേക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു ഫാമിലിയിൽ, ഇപ്പൊ എന്റെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കും, ഞാൻ വിജിത്തെ വന്ന് കണ്ടു, എനിക്ക് അതിൽ നിന്നൊരു ഹീലിംഗ് കിട്ടി. ഓക്കെ, പിന്നെ എനിക്ക് ഈ കുഞ്ഞു 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 പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ ഞാൻ വിജിതയിൽ ഇങ്ങനെ ഡിപ്പെൻഡായി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? ഡിപ്പെൻഡൻസി സൈക്കാട്രിക് കണ്ടീഷനിലാണെങ്കിൽ അവർക്ക് നമുക്ക് റെഗുലർ വിസിറ്റ് വേണം, ഒരു പരിധി വരെ. അപ്പൊ അത് ഡിപ്പെൻഡൻസി അല്ല, അത് നമ്മള് സർവീസിന് വണ്ടി പോകുന്ന പോലെയാണ്. നമ്മൾ ഒരു ദിവസം സർവീസ് നടത്താൻ പറ്റില്ലല്ലോ, ഒരു ഫോളോ അപ്പ് ചില കാര്യങ്ങളിൽ വേണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. ലേണിംഗ് ഡിസബിലിറ്റിക്ക് ആണെങ്കിൽ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് വേണം. ബിഹേവിയർ തെറപ്പിക്കാണെങ്കിലും ഒരു കാലഘട്ടം വരെ അവർക്കൊപ്പം നിൽക്കണം. ഞാൻ യൂഷ്വലി ചെയ്യുക പാരന്റ്സിനെ എംപവർ ചെയ്യണം. അവർ തന്നെ ഇത് ഡീൽ ചെയ്യണം. കുട്ടിയേക്കാൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയിൽ മാറ്റം ഉണ്ടാവാൻ പാരന്റ്സിനെ എംപവർ ചെയ്യാം. എന്റെ അടുത്ത് വരരുത്, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ തെറപ്പിസ്റ്റ്, നിങ്ങളാണ് കുട്ടിയെ നോക്കേണ്ടത്, എനിക്കിത് പറ്റില്ല, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ അവരെ എംപവർ ചെയ്യാം. അല്ലാതെ ഈ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാത്തിനും വിളിക്കുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് എ ഗുഡ് സൈക്കോളജിസ്റ്റ്, ഞാൻ നല്ലൊരു പ്രൊഫഷണൽ ഇത് ഉള്ള ആളല്ല. മനസ്സിലായോ? അപ്പൊ കുറച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു ഇത്ര പെർട്ടിക്കുലർ സിറ്റിങ്സ്, ഒരു 6, 7, 3, 4 സിറ്റിങ്സ് കഴിയുമ്പോ പിന്നെ നമ്മുടെ അടുത്ത് വരരുത്. അങ്ങനെ വരാതിരിക്കുന്നത് കൊഗ്നിറ്റീവ് ലെവൽ, അല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും ലോജിക്കലി ചിന്തിക്കാനും പറ്റുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതിപ്പോ നമ്മുടെ ഒരാൾ മരണപ്പെട്ടു, അതിന്റെ ട്രോമ അല്ലെങ്കിൽ അതിന്റെ വിഷമത്തിലൂടെ കടന്നു പോകുന്നത്, ആ സമയത്ത് ഹീലിംഗ് വേണം, അപ്പൊ കൗൺസിലിംഗ് വേണം. അയാൾക്ക് ബുദ്ധിക്ക് പ്രശ്നമില്ല, അയാൾക്ക് വേറെ സൈക്കാട്രിക് കണ്ടീഷൻ ഇല്ല, അതിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. എല്ലാം കയറി എല്ലാ മാനസിക പ്രശ്നങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫഷന്റെ ഏറ്റവും വലിയ എത്തിക്സ് എന്ന് പറയുന്നത് റെഫർ ദ പേഷ്യന്റ്. പേഷ്യന്റിനെ റെഫർ ചെയ്യാൻ പറ്റണം, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇതിൽ പറ്റില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ബേസിക്കലി നമ്മൾ ജനറലി
ആളുകൾക്ക് ഒരു അവയർനെസ്സും, ഇഫ് ദി ആർ എഡ്യൂക്കേറ്റഡ്, പ്രൈമറി ലെവലായിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാല് അവർക്ക് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറെയോ അപ്രോച്ച് കാണാം. ചെയ്യാം. Yes. അവരെ കൂടെ കുറച്ച് സിറ്റിങ്ങും ഫോളോ അപ്പും കഴിഞ്ഞിട്ട് ഇഫ് നീഡഡ് നിങ്ങൾ അവരെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കും. ഉം. അല്ലെങ്കിൽ യു വിൽ എംപവർ ദം ടു To ബിക്കം handle. ഇൻഡിപെൻഡന്റ് അല്ലേ? Yes, അതെ. അവർക്ക് നിങ്ങളുടെ അടുത്തേക്കൊന്നും അധികം വരാതെ തന്നെ ഇതാക്കാൻ പറ്റും. അല്ലേ? നല്ല പക്ഷെ സൈക്കാട്രിസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു OCD, ഉം. ഒബ്സസീവ് കമ്പൾസീവ് ഉം. ഡിസോർഡർ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ മനസ്സിലാവും. അവര് ഓ. ഹിസ്റ്ററി പറയുമ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴും മനസ്സിലാവുമ്പോ അന്ന് തന്നെ ഞാൻ റെഫർ ചെയ്യും. ഇനി ഡിപ്രഷനാണ്, വിഷമങ്ങൾ, സാധാരണ വിഷമങ്ങൾ കുന്നുകൂടിയുള്ള ഡിപ്രഷനാണ്. സംസാരിച്ചു കഴിഞ്ഞിട്ടും ആ ഡിപ്രഷന്റെ തോത് അതേപോലെ നിൽക്കുവാണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഷോർട്ട് ടേം പീരീഡിൽ മെഡിസിൻസ് വേണ്ടി വരും. ഞാൻ അപ്പൊ തന്നെ പറയും, നിങ്ങൾ ഇന്ന് തന്നെ പോയി ഡോക്ടറെ കണ്ടോളൂ, എനിക്കിതിൽ ഇത്രേ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സൈക്കാട്രിസ്റ്റ് പറയാണ് കൗൺസിലിംഗ് ഫോളോ അപ്പ് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മൾ പിടിച്ചു വെച്ച് പരീക്ഷിച്ച് ഒരു 2 സിറ്റിംഗ് 3 സിറ്റിംഗ് കൂടെ നോക്കാം, ഞാൻ അങ്ങനെ ചെയ്യില്ല. അത് എന്തിനാണ് അതിന്റെ ആവശ്യം? അതാണ് തോന്നുന്നെങ്കിൽ അപ്പൊ എന്റെ ഫ്രണ്ടാണ് തങ്കത്തിൽ ദീപ ഡോക്ടറെ അടുത്ത് പോയിട്ട് നോക്കൂ, ഇഫ് മരുന്ന് വേണ്ട സെഷൻ മതി എന്ന് പറയുകയാണെങ്കിൽ യു കം ബാക്ക്, നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം, ഒരു ഹയർ ഒപ്പീനിയൻ എടുക്കാം എന്ന് പറയുന്നതാണ് നല്ലത് എനിക്കും അവർക്കും. ഒരു വേല് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും നിങ്ങൾ ഹാൻഡ് ഇൻ Hand in hand, അതെ, അതെ. തീർച്ചയായിട്ടും. മിക്കവാറും ഈ സൈക്കാട്രി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും സൈക്കോളജിസ്റ്റിന്റെ ഒരു ഹെൽപ്പ് വേണം. കൊണ്ടിട്ടായിരിക്കും അവർ ആ ലൈഫിലേക്ക് വരുന്നത് അല്ലെ, നോർമൽ ലൈഫിലേക്ക്. കാരണം അവർക്ക് വേണ്ടത് കേൾക്കാൻ ഒരാളാണ് ബേസിക്കലി. പ്രശ്നം പരിഹരിക്കാന്നതിനപ്പുറം ഇതാണ്. അപ്പൊ ഇന്നാളെ ഒരു പേഷ്യന്റ് വന്നിട്ട് ആദ്യമായിട്ട് വരികയാണ്. കുറേ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞു, പ്രശ്നത്തിന് പരിഹാരമൊന്നുമില്ല. പക്ഷെ വർത്താനം പറഞ്ഞു, അവള് പറഞ്ഞ ജീവിതത്തിൽ എനിക്ക് ഇന്നേ വരെ ഇങ്ങനെ കരയാൻ ഒരു സ്ഥലമില്ല, എനിക്കൊന്ന് അലറി വിളിക്കാൻ സ്ഥലമില്ല, ചിരിക്കാൻ പൊട്ടിച്ചിരിക്കാൻ പറ്റില്ല. മാരീഡ് ആണ്, സെപ്പറേറ്റഡ് ആണ്, കുഞ്ഞുണ്ട്. അപ്പൊ ഉറക്ക ചിരിച്ചാ ചോദിക്കും, സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഭാര്യ എങ്ങനെ ചിരിക്കും എന്ന് അമ്മ ചോദിക്കും, സ്വന്തം അമ്മ. കരയാൻ നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയണേ? ആ കുട്ടി എല്ലാ ഫീലിങ്സും സപ്രസ് ചെയ്ത് വെക്കുവാണ്. ഇവിടെ വന്ന് 1.5-2 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, ഞാനൊന്ന് മടിയിൽ കിടന്ന് കരഞ്ഞോട്ടെ എന്ന്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് ഫോർ മീ. അങ്ങനെ പറയില്ല, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ക്ലയൻസ് ഉണ്ട്. എല്ലാം കഴിയുമ്പോ ഞാൻ ടോട്ടലി ഓക്കെയാണ്, ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ സ്നേഹം, അല്ലെങ്കിൽ അങ്ങനെ പറയാറുള്ളൂ. കുഞ്ഞു മക്കളാണെങ്കിൽ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക, അത്ര ഉള്ളൂ, പെർമിഷൻ ഒന്നും ചോദിക്കൂല. അപ്പൊ ആ കുട്ടി ചോദിച്ചത് ഞാൻ ഒന്ന് മടിയിൽ കിടന്ന് കരഞ്ഞോട്ടെ. കാരണം LKG മുതൽ ഞാൻ ഇത് ആഗ്രഹിക്കുന്നതാണ്, എന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് കരയാൻ. അമ്മ അനുവദിച്ചിട്ടില്ല. ആ കുട്ടി ഒരു 20 മിനിറ്റ്സിന്റെ അടുത്തോളം എന്റെ മടിയിൽ ഇരുന്ന് കിടന്ന് കരഞ്ഞു. എന്നിട്ടാണ് അവള് പോയത്. അതിനുശേഷം വർത്താനൊക്കെ പറഞ്ഞു, ഡിസിഷൻ എടുത്തു, പോയി. അങ്ങനത്തെ മനുഷ്യരുണ്ട്. ആ കുട്ടിക്ക് 3-4 ഡിഗ്രിയൊക്കെ ഉണ്ട്. വീട്ടുകാര് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു ഇമോഷണൽ മാനേജ്മെന്റിന് വേണ്ട സ്കില്ല് കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ LKG മുതൽ 1ാം ക്ലാസ് മുതൽ ഹൗ ടു, നമ്മൾ എങ്ങനെയാണ് ഇമോഷൻസ് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് ഇമോഷൻസ്, എന്താണ് തോട്ട്സ്, അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ ബിഹേവിയേഴ്സ് എന്നൊക്കെ കുഞ്ഞുനാളിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പഠിപ്പിക്കാം. അതെനിക്കൊന്ന് വിജി മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു ഏജ് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാൻ അവരെ ഒരു പെർമിഷൻ, പെർമിഷൻ അല്ല, ദേ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് അല്ലേ. അവര് അങ്ങനെ പറയുമ്പോഴേ അവർക്കും ഒരു എംപവർമെന്റും, ഇപ്പൊ അമ്മയുടെ അടുത്താണെങ്കിലും ഐ നീഡ് എ ഹഗ് എന്ന് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ കുട്ടികൾക്ക് വേണം, ചോദിക്കാൻ പറ്റുന്ന. അങ്ങനെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പേടി തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും ഐ ലവ് യു പറയുന്നതും കണ്ടീഷണൽ ആയി കഴിഞ്ഞാൽ, അതല്ലാത്ത സിറ്റുവേഷനിൽ ഇതൊന്നും കിട്ടില്ല. അതിനി അമ്മമാർക്ക് സമയമില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ വർക്കിംഗ് വിമൻ ആണെങ്കിൽ കെട്ടിപ്പിടിക്കാൻ എത്ര ചിലപ്പോ സമയം വേണം? ഈ വരുമ്പോ അല്ല ഞാൻ കുളിച്ചിട്ട് വരാം, അതൊക്കെ ലെയിം എക്സ്ക്യൂസ് ആണ്. നിങ്ങളുടെ കുട്ടി വീണ് കിടക്കുമ്പോ നിങ്ങൾ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാതിരിക്കുവോ? ഇല്ല ഇല്ല. നമ്മൾ ബാത്റൂമിലാണെങ്കിലും കുളിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ഇട്ട ഡ്രസ്സ് മേലെ കൂടെ എന്തെങ്കിലും ഇട്ടിട്ട് കുട്ടിയെ കൊണ്ട് ആശുപത്രിക്ക് ഓടൂലേ? കറക്റ്റ്. അതെ. അപ്പൊ കെട്ടിപ്പിടിക്കാൻ സമയമില്ല, ഉമ്മ വെക്കാൻ സമയമില്ല എന്ന് പറയുന്നത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കരുതായിരുന്നു. ഇതൊക്കെ ചെയ്യണം എന്ന് മുൻകൂട്ടി അറിയണം. നമ്മൾ അങ്ങനെ വളർന്നതാണ്. നമുക്ക് നമ്മുടെ പേരൻസ് സമയം തരാത്തത് കൊണ്ട് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുന്നതാണ്.
സ്റ്റിൽ വൈ വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം ഹിസ്റ്ററി. അതെ. നമ്മളെ തല്ലിയിട്ട് കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അനുഭവിച്ചതാണ്. ആൻഡ് വി ആർ അഗെയിൻ റിപ്പീറ്റിംഗ് ദ സെയിം ഹിസ്റ്ററി ബിക്കോസ് നമുക്ക് അതാ കിട്ടിയത്. കിട്ടിയതേ കൊടുക്കാൻ പറ്റും. ഇത് ഈ ചിലപ്പോ പറയല്ലേ, ഓ എന്റെ അമ്മായിയമ്മ എന്റെ അടുത്ത് ബാഡ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് ബാഡാന്ന് ചില അമ്മായിമ്മമാര് ഡോക്ടറിൽ. അല്ല, അത് തന്നെയാണ്, അത് പറയുന്നു. നമ്മളെ അറിയാതെ തന്നെ നമുക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കും. നമ്മുടെ പേടി, ഈ പോക്കാച്ചി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങള് പിന്നെ അവസാനം ഇരുട്ടത്ത് പോകാൻ പേടിയാണ്, ഒറ്റയ്ക്ക് വെളിയിൽ പോകാൻ പേടിയാണ്, കറണ്ട് പോയാൽ ഷോക്ക് അടിച്ച പോലെ നിൽക്കും. ഇതെന്തുകൊണ്ടാ, ഈ ഒക്കത്തിരുന്ന് ചോറ് കൊടുക്കുമ്പോൾ പൊക്കാച്ചി വരും, പോലീസ് മാമൻ വരും, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ഫിയർ ഫാക്ടർ നമ്മൾ തന്നെ കുഞ്ഞുനാളിൽ കൊടുത്തിട്ട് പിന്നെ ഈ 10 വയസ്സാകുമ്പോ കറണ്ട് പോയാൽ പേടിക്കാതിരിക്കുവോ? അതെ. പണ്ടൊക്കെ ബാത്റൂം ഒന്നും വീട്ടിനകത്തല്ല, കുറച്ച് മൂത്രം ദൂരെ. ഒഴിക്കണമെങ്കിൽ രാത്രിയാണെങ്കിലും 12 മണിക്കാണെങ്കിലും പുറത്തു പോകണം. അതെ. അന്ന് ഇരുട്ടുണ്ടെന്നും മനസ്സിലായിട്ടില്ല, ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, പോകുന്നു വരുന്നു കിടന്നുറങ്ങുന്നു, പേടിപ്പിച്ചിട്ടല്ല. അതെ. അന്നാണെങ്കിൽ കാടും എല്ലാം പിടിച്ചാണ് ഈ അങ്ങോട്ട് ആ. പോണെങ്കിൽ. പക്ഷെ ഇന്ന് നമ്മൾ ഭയങ്കര സേഫ് ആക്കി, സെക്യൂർഡ് ആക്കി. പക്ഷെ ഇങ്ങനെ കുറെ ഫിയറും ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മുടെ പേടി നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ജനിക്കുമ്പോ പേടിയില്ലല്ലോ. പേടിയില്ലല്ലോ. ഇല്ല. ആരാ പേടിപ്പിക്കുന്നത്? അതെ. എന്തെങ്കിലും പറഞ്ഞു അതോ ഇനി നമ്മുടെ പേടി കുട്ടികൾക്ക് എത്തുമോ? അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് ക്ലിനിക്കലി പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഭയം കണ്ടും കേട്ടും അത് നമ്മൾ പറയണമെന്നൊന്നുമില്ല. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ ഫാന്റെ ഉള്ളിലിരിക്കുമ്പോ ഫാൻ പൊട്ടി വീഴുമെന്നുള്ള പേടി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളത് ആലോചിക്കുന്നു, നമ്മളിടയ്ക്ക് പറയുന്നു, കുട്ടി അവിടെ നിന്ന് കളിക്കുമ്പോൾ ഇത് കാണുന്നു കേൾക്കുന്നു, നമ്മുടെ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്കും തോന്നാലോ. അതായിരിക്കും നമ്മളുടെ ആക്ഷൻസ്, നമ്മൾ പറയുന്ന വേർഡ്സും എല്ലാം കേട്ടിട്ടായിരിക്കാം ചിലപ്പം. പേടി എങ്ങനെ വേണമെങ്കിലും വരാം. പിന്നെയുള്ളത് ചില പേടികൾ ഫിയറിനപ്പുറം ഫോബിയയിലേക്ക് പോകും. അത് ചിലപ്പോൾ ട്രീറ്റ്മെന്റും തെറപ്പിയൊക്കെ വേണ്ടി വരും. സാധാരണ പേടി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷാ പേടി, അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി നമ്മൾ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, അതായത് ഇന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും പേടി വന്നത്, നിനക്കിപ്പോ പേടിയാണ് അല്ലെങ്കിൽ മറന്നു പോകുന്നു, എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്ന് ആദ്യം പറയും. മറക്കാനുള്ള കാരണം എല്ലാം മറക്കുന്നുണ്ട്. അപ്പൊ ചിന്തകൾ ഇട്ട് കൊടുക്കുക, എല്ലാം മറക്കുന്നുണ്ടോ? അപ്പൊ കുറെ നേരം ആലോചിച്ചോ, ഇല്ല എല്ലാം മറക്കുന്നില്ല. എല്ലാ വിഷയവും മറക്കുന്നുണ്ടോ? അപ്പൊ കുട്ടി ആദ്യം വന്നിട്ട് എന്താ പറഞ്ഞത്? ാണ് പ്രശ്നം. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാം മറക്കുന്നില്ല. അപ്പൊ എങ്ങനെ ഏതാ മറക്കുന്നത്? കാണാപ്പാഠം പഠിച്ചു. മനസ്സിലാക്കി പഠിച്ചതോ? അത് ഓർമ്മയുണ്ട്. അപ്പൊ മനസ്സിലാക്കി പഠിച്ചത് എഴുതുന്നുണ്ട്, കാണാപ്പാഠം പഠിച്ചത് മാത്രമാണ് മറന്നു പോകുന്നത് അല്ലേ? അപ്പൊ അവർക്ക് ചിന്ത, അത് ശരിയാ. അപ്പൊ എന്തുകൊണ്ടാ കാണാപ്പാഠം പഠിക്കുന്നത്? സമയമില്ലാത്തോണ്ട്. അപ്പൊ ഇനി എങ്ങനെ സമയം കണ്ടെത്താം? എന്തുകൊണ്ടാ സമയമില്ലാത്തത്? അപ്പൊ നിന്റെ സമയം നീ എങ്ങനെയൊക്കെ വേറെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിൽ എക്സസീവ് ടൈം ഉപയോഗിക്കുന്നുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ രീതിയിൽ ചിന്തിച്ച് കൊണ്ടുപോകുന്നതാണ് പ്രോബ്ലം സോൾവിങ്ങിന് കൗൺസിലിംഗ് ബെസ്റ്റ് വൺ. നമ്മുടെ സജഷൻസ് കൊടുക്കലല്ല. ആൻഡ് കൗൺസിലിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രീച്ചിങ്. സൈക്കോളജിയിൽ പ്രീച്ചിങ് ഇല്ല. അപ്പൊ നമ്മൾ വ്യക്തിയെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് റൂട്ടിലേക്ക് എത്തി, ഓക്കെ അന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചെയ്യാതിരിക്കുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയും തീരുമാനങ്ങളെ, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയും.